പ്രിയമുള്ളവരെ, വചനജ്വാല ഇന്ന് 5 വർഷം പൂർത്തിയാവുകയാണ്. എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. 2020 സെപ്റ്റംബർ 1-ാം തീയതി ആരംഭിച്ച വചനജ്വാല ഓരോ ദിവസവും അനുദിന വിശുദ്ധരെയും ബൈബിൾ വചനങ്ങളുമായി 5 വർഷം പൂർത്തിയാകുന്ന ഈ സുന്ദര നിമിഷത്തിൽ, ഈ പുലർക്കാലത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും വചനജ്വാലയ്ക്ക് നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം ഇനിയും ആരെങ്കിലും വചനജ്വാല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ 6-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വചനജ്വാലയെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, വചനജ്വാല ഇന്ന് 1461-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് 31 ഞായറാഴ്ച, ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ജ്ഞാനം ഇന്ന് അവസാനിക്കുകയാണ്. 19-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. ചെങ്കടലിലൂടെ അധർമ്മികൾ അങ്ങയുടെ ജനത്തെ തിടുക്കത്തിൽ വിട്ടയച്ചെങ്കിലും മനം മാറി അനുധാവനം ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടതിനാൽ നിർദ്ദയമായ കോപം അവസാനം വരെ അവരുടെ മേൽ ആഞ്ഞടിച്ചു. അവർ ദുഃഖമാചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവക്കുഴികൾ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനം എടുത്തു. നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ ഒളിച്ചോടുന്നവരെ എന്ന പോലെ അവർ പിന്തുടർന്നു. തങ്ങൾ അർഹിക്കുന്ന ശിക്ഷാവിധിയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ സംഭവങ്ങൾ വിസ്മരിക്കാൻ ഇടയാകുകയും ചെയ്തത്. ഏറ്റ പീഡനങ്ങളുടെ കുറവ് തീർത്ത് പൂർത്തിയാക്കാനായിരുന്നു അത്. അങ്ങയുടെ ജനത്തിന് അത്ഭുതാവഹമായ യാത്രാനുഭവം ഉണ്ടാക്കാനും ശത്രുക്കളെ അസാധാരണമായ മരണത്തിന് ഇരയാക്കാനും വേണ്ടിയായിരുന്നു അത്. അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു. മേഘം പാളയത്തിന് മേൽ നിഴൽ വിരിച്ചു. ജലം നിറഞ്ഞു കിടന്നിടത്ത് വരണ്ട ഭൂമി, ചെങ്കടലിന്റെ മധ്യത്തിൽ നിർബാധമായ പാത, ഇളകുന്ന തിരമാലകളുടെ പുൽപ്പരപ്പ്. അങ്ങയുടെ കരത്തിന്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നു. അവരുടെ രക്ഷകനായ കർത്താവേ, അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മേച്ചിൽപ്പുറത്തെ കുതിരകളെപ്പോലെയും തുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെ പോലെയും അവർ കാണപ്പെട്ടു. തങ്ങളുടെ പരദേശവാസകാലത്ത് ഭൂമി മൃഗങ്ങൾക്ക് പകരം കൊതുകുകളെയും നദി മത്സ്യങ്ങൾക്ക് പകരം തവളകളെയും പുറപ്പെടുവിച്ചത് അവരോർമ്മിച്ചു. ആർത്തി പിടിച്ച് വിശിഷ്ട ഭോജ്യത്തിന് അപേക്ഷിച്ച തങ്ങളെ തൃപ്തിപ്പെടുത്താൻ പുതിയ തരം പക്ഷികൾ, കടലിൽ നിന്ന് കാടപ്പക്ഷികൾ,
പറന്നെത്തിയത് അവർ കണ്ടതാണ്. ഇടിമുഴക്കത്തിന്റെ മുന്നറിയിപ്പോടെയത്രേ പാപികളുടെ മേൽ ശിക്ഷ നിബന്ധിച്ചത്. അവർ ദുഷ്കൃത്യങ്ങൾ നിമിത്തം യഥാർഹം പീഡനം ഏറ്റു. അന്യജനതയോട് കഠിനമായ വെറുപ്പാണ് അവർ കാണിച്ചത്. മറ്റുള്ളവർ തങ്ങളെ സമീപിച്ച അന്യജനതയെ അവർ സ്വീകരിച്ചില്ല. എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് ഉപകാരം ചെയ്ത അതിഥികളെ അടിമകളാക്കി. അതുമാത്രമല്ല, അന്യജനതയുടെ മേലെ ശത്രുതാ മനോഭാവം കാണിച്ച ആദ്യത്തെ കൂട്ടർക്ക് ശിക്ഷ ലഭിക്കും. രണ്ടാമത്തെ കൂട്ടർ അതിഥികളെ സ്വാഗതം ചെയ്ത് തങ്ങൾക്കൊപ്പം അവകാശം അനുഭവിച്ച അവരെ കഠോരമായി പീഡിപ്പിച്ചു. ധർമ്മിഷ്ഠന്റെ വാതിക്കൽ നിന്നവരെ പോലെ തന്നെ അവർ കടന്നു പോകാൻ വഴി കാണാതെ കൂരിരുളുകളിൽ തപ്പിത്തടഞ്ഞു. വീണയിൽ സ്വരസ്ഥാന ഭേദം അനുസരിച്ച് താളം മാറുന്നെങ്കിലും രാഗം മാറാത്തതുപോലെ മൂലവസ്തുക്കൾ പരസ്പരം മാറി. സംഭവിച്ചത് കാണുമ്പോൾ ഇത് വ്യക്തമാകും. കരയിലെ ജീവികൾ ജലജീവികളായി, ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു. അഗ്നി ജലത്തിൽ പോലും ശക്തി പ്രകടിപ്പിച്ചു. ജലം അഗ്നിയെ കൊടുക്കുന്ന സ്വഭാവം വിസ്മരിച്ചു. മറിച്ച് അഗ്നിജ്വാല അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല. നിഷ്പ്രയാസം ഉരുകുന്ന സ്ഫടിക സദൃശ്യമായ സ്വർഗീയ ഭോജനത്തെ ഒരുക്കിയില്ല. കർത്താവേ, സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുകയും ചെയ്തു. എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. ഇന്ന് ജ്ഞാനം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ പ്രഭാഷകൻ ആരംഭിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റെയ്മൻ നൊണ്ണാത്തോസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. സ്പെയിനിലെ കത്തലോണിയയിലെ പോർത്തലിയിലാണ് റെയ്മണ്ടിന്റെ ജനനം. ജന്മം നൽകുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. സ്വാഭാവികമായി ജനിക്കാതെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നേരിട്ട് എടുക്കപ്പെട്ടത് കൊണ്ടാണ് റെയ്മണ്ടിന് നൊണ്ണാത്തോസ് എന്ന പേര് കൂടി ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം കുലീനമായിരുന്നു എങ്കിലും വലിയ ധനികനൊന്നും അല്ലായിരുന്നു. ഭക്തകാര്യങ്ങളിലും കൃത്യനിർവഹണത്തിലുമായിരുന്നു ബാല്യത്തിൽ പോലും അവന്റെ സംതൃപ്തി. പ്രായപൂർത്തി വന്നപ്പോൾ അടിമകളുടെ മോചനത്തിനുള്ള കാരുണ്യമാതാവിന്റെ സഭയിൽ അവൻ അംഗമായി ചേർന്നു. സഭാസ്ഥാപകനായ വിശുദ്ധ പീറ്റർ നൊളാസ്കോ തന്നെയാണ് റെയ്മണ്ടിന്റെ വ്രതം സ്വീകരിച്ചത്. അവന്റെ എളിമയും തീക്ഷ്ണതയും ഇതര സഭാംഗങ്ങളുടെ പ്രശംസയ്ക്ക് കാരണമായി. അധികം വൈകാതെ റെയ്മണ്ടിനെ ആൾജീഴ്സിലേക്ക് അടിമകളെ സ്വതന്ത്രരാക്കുവാൻ അയച്ചു. ആദ്യം കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് കഴിയുന്നത്ര പേരെ സ്വതന്ത്രരാക്കിയ ശേഷം സ്വയം അടിമയായി തീർന്നുകൊണ്ട് കുറെ പേരെ കൂടി സ്വതന്ത്രരാക്കി. അക്കാലത്ത് മുസ്ലിങ്ങളെ മാനസാന്തരപ്പെടുത്തി എന്ന കാരണത്താൽ 2 പ്രാവശ്യം അദ്ദേഹത്തെ കുത്തിക്കൊല്ലാൻ തുടങ്ങിയെങ്കിലും ജാമ്യത്തുക നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള ഭയത്താൽ അവർ വധിച്ചില്ല. അങ്ങനെ അടിമകളെ സ്വതന്ത്രമാക്കാൻ പണമില്ലാതായി.
മിഷണറി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതായി. എങ്കിലും അദ്ദേഹം മതപ്രചാര വേലകൾ നിർത്തിയില്ല. ഗവർണർ അദ്ദേഹത്തെ എല്ലാ കവലകളിലും കൊണ്ടുപോയി പ്രഹരിക്കുകയും അതരങ്ങൾ തുളപ്പിച്ച് താഴിട്ട് പൂട്ടുകയും ചെയ്തു. താക്കോൽ ഗവർണർ തന്നെ സൂക്ഷിച്ചു. ഭക്ഷണ സമയത്ത് മാത്രം അവ നൽകിപ്പോന്നു. 8 മാസം ഇങ്ങനെ ബന്ധിതനായി ഒരു ഇരുട്ടുമുറിയിൽ കിടന്നു. അപ്പോഴേക്ക് വീണ്ടെടുപ്പ് വില കൊണ്ട് ഒരു വൈദികനെ പീറ്റർ നൊളാസ്ക അയച്ചു. രക്തസാക്ഷിയാകാൻ സാധിക്കാത്തതിലുള്ള സങ്കടത്തോടെ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. സ്പെയിനിലെത്തിയ ഉടനെ ഗ്രിഗറി 9 മാർപ്പാപ്പയെ അദ്ദേഹത്തെ കാർഡിനാലാക്കി ഉയർത്തി. സ്ഥാനമാറ്റം അദ്ദേഹത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തിയില്ല. മാർപ്പാപ്പ കാർഡിനൽ റെയ്മണ്ടിനെ സേവനത്തിനായി റോമായിലേക്ക് വിളിച്ചു. അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു. എന്നാൽ കാർഡോണിയയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം രോഗബാധിതനായിരുകയും 1240 ആഗസ്റ്റ് 31 തന്റെ 36-ാമത്തെ വയസ്സിൽ ശരീരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രരാക്കുകയും 1667 ആത്മാവിനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു. 1657 അലക്സാണ്ടർ 7 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തിയത്. പ്രിയമുള്ളവരെ, വിശുദ്ധ റെയ്മണ്ട് നണ്ണാത്തൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെ വചനജ്വാല 6-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. താങ്ക് യു.